ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ എയർടെലും അതുപോലെ തന്നെ ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസും അതുപോലെ തന്നെ ഐഡെക്സ് ബയോമെട്രിക്സും കൂടിയിട്ടുള്ള 3 കമ്പനികൾ കൂടിയിട്ട് ഒരു പുതിയൊരു ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കാർഡുമ്പോൾ തന്നെ ഫിംഗർ പ്രിന്റ് ഓതന്റിക്കേഷൻ വരുന്ന ഒരു കാർഡ്. അതായത് എന്താ പറയുന്നത്, നമ്മളിപ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കാർഡിലൊക്കെ പോയിട്ട് POS മെഷീനിൽ ഇടുമ്പോൾ എങ്ങനെ ചെയ്യുക, നമ്മൾ പിന്നടിക്കില്ല ചെയ്യുക. അപ്പോൾ പിന്നെ ലീക്കായി കഴിഞ്ഞാൽ പുലിവാലും സംഭവമൊക്കെയാണ്. ഇത് ആക്ച്വലി ആ കാർഡുമ്പോൾ തന്നെ ഫിംഗർ പ്രിന്റ് ഓതന്റിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ കണ്ടായിരിക്കും ഈ കാർഡ് വിത്ത് ഫിംഗർ പ്രിന്റ് സാധനം കണ്ടാവില്ലേ. അത് ആക്ച്വലി ഇപ്പോൾ ഇത് പുറത്ത് വിട്ടിട്ടില്ല. എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആയിട്ടാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ആ ബാങ്കിങ്ങിന്റെ സർവീസ് ആയിരിക്കും ഇവർ വരാൻ പോകുന്നത്. നമ്മുടെ അതുപോലെ തന്നെ ഈ ബയോമെട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഐഡെക്സ് ബയോമെട്രിക്സ് എന്നൊരു കമ്പനിയാണ്. അത് ആക്ച്വലി ഒരു ഫോറിൻ കമ്പനിയാണ്. പിന്നെ ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ്, അത് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. അപ്പോൾ ഒരു 3 കൂടെ നമ്മുടെ ഗ്ലോബൽ ഫിൻടെക് ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ടാണല്ലോ മുംബൈയിൽ. അവിടെയാണ് ആക്ച്വലി ഇത് ഇപ്പോൾ എന്താ പറയുക കാണിച്ചിട്ടൊക്കെ സംഭവമൊക്കെ ഉണ്ടായിരുന്നത്. ഇത് അണ്ടർ എന്താ പറയുക ഒരു മാനുഫാക്ചറിങ് എന്ന് പറയാൻ പറ്റില്ല, അണ്ടർ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. എന്താ പറയുക ടെക്നോളജി എന്ന് പറയുന്നത് ഐഡെക്സ് പേ ആണ്. ഐഡെക്സ് പേ ടെക്നോളജിയാണ് വരുന്നത് ഓതന്റിക്കേഷൻ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ നോർമലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു POS മെഷീനിൽ നമ്മൾ ചെയ്തിട്ട് ട്രാൻസാക്ഷൻ അടിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യണമെങ്കിൽ ഫിംഗർ പ്രിന്റ് വെച്ചാൽ മതി. ഇനി തൊട്ട് പിന്നടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ OTP വരേണ്ട ആവശ്യമില്ല. ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നമുക്ക് ഓതന്റിക്കേറ്റ്. അത് കുറച്ചുകൂടി സേഫ് അല്ലേ. അപ്പോൾ അതൊരു നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ അത് വരാൻ പോകുന്നുണ്ട്. അത് പൈലറ്റ് ഫേസിലാണ്. പൈലറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഫേസിലാണ് സാധനം. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ലോഞ്ച് ചെയ്യും. അപ്പോൾ എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആയിട്ടാണ് വരാൻ പോകുന്നത്. നല്ലൊരു പരിപാടിയിലാണ്. റൂപേ പ്ലാറ്റ്ഫോമിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ RBIയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓൾറെഡി RBIയുടെ അണ്ടറിൽ വരുന്നത് എയർടെൽ പേയ്മെന്റ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ റെഗുലേറ്ററി കംപ്ലയൻസ് ആണ്. അതായത് RBIയുടെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സേഫ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പിന്നെ റൂപേ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ആക്ച്വലി പുറത്ത് വിട്ടേക്കുന്നത് ഇവർ. അപ്പോൾ ഇതെനിക്ക് ശരിക്കും സത്യം പറഞ്ഞ ഒരു എന്താ പറയുക ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് ഇത് ലോഞ്ച് ആയെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഓൾറെഡി എയർടെൽ പേയ്മെന്റ് ബാങ്കിന്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. 0 ബാലൻസ് അക്കൗണ്ട് ആണല്ലോ. ഞാൻ എന്നിട്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ വലിയ കയറിയിട്ട് പേയ്മെന്റ് ബാങ്കിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ നോക്കി അപ്ലൈ ചെയ്യാൻ പറ്റുമോ. പക്ഷേ ഈ സാധനം ഓൾറെഡി ഡെവലപ്മെന്റ് സ്റ്റേജിൽ മാത്രം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ നോർവേജിയൻ ബയോമെട്രിക്സ് കമ്പനിയാണ് ഐഡെക്സ് എന്ന് പറയുന്നത്. നോർവേജിയനാണ്, നോർവേ കമ്പനിയാണ് സാധനം. അപ്പോൾ അതൊരു എന്തായാലും സംഭവം കൊള്ളാം. എല്ലാ കാർഡിലും ഇതുപോലത്തെ പരിപാടി വെക്കുകയാണെങ്കിൽ സുഖമാണ്. ഈ പിന്നിൻ്റെയും അങ്ങനെയൊന്നും ആവശ്യമില്ല. എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ വേറെ ആൾക്കാർ നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ മാസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പിന്നെ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഈ സാധനമാണെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അതൊരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ട് എല്ലാ കാർഡുകളും എല്ലാ ബാങ്കുകളും അറ്റ്ലീസ്റ്റ് ഒരു ഇതുപോലത്തെ ഒരു കാർഡെങ്കിലും ഇറക്കാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന കാർഡിന് ചാർജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ 0 ബാലൻസ് അക്കൗണ്ട് 0 ബാലൻസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഫ്രീ കാർഡ് ആവാനുള്ള സാധ്യത ഇല്ലെന്ന് വെച്ചാൽ ഈ ഒരു ഇംപ്ലിമെന്റേഷനൊക്കെ ആ കാർഡുമ്പോൾ വരുമല്ലോ. അപ്പോൾ ആ കാർഡുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ചാർജ് പോലെ എന്തായാലും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആ കാർഡുമ്പോൾ ടെക്നോളജി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഡ് ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. മെറ്റൽ കാർഡ് ആവാനാണ് സാധ്യത. അപ്പം മിക്കതും ഒരു പ്രീമിയം കാർഡ് ആവാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നല്ലൊരു പരിപാടിയായിരുന്നു. ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു ആവറേജ് ലെവൽ കാർഡുകളിലെങ്കിലും ഈ ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു സംഭവമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു ഇനീഷ്യൽ ഫേസിലത്തെ ഒരു ടെക്നോളജി പരിപാടി ആയതുകൊണ്ട് തന്നെ എന്തായാലും ബേസിക് കാർഡിലൊന്നും ഈ പരിപാടി നടക്കില്ല. അപ്പോൾ അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ചാർജബിൾ കാർഡ് തന്നെയായിരിക്കും, ഉറപ്പാണ്. അത്യാവശ്യം മിനിമം എന്താ പറയുക എമൗണ്ട് വരുന്നൊരു കാർഡ് തന്നെയായിരിക്കും. എന്തായാലും സംഭവം എനിക്ക് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം വന്നപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിക്കാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ